Hi dears, welcome to Englu. Hope you all are fine and pray for the same. Today we talk about the negative form of may or might. Yesterday we discussed how to make or how to talk about the possibilities or probabilities using may or might. Today we are going to make the negative form of same sentences. മേ ഓ മൈറ്റിനെ കുറിച്ചായിരുന്നു ഇന്നലെ നമ്മൾ സംസാരിച്ചത് അല്ലേ? അത് പോസിബിലിറ്റിയെ കാണിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു പെറാപ്സ് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഹി മേ കം ടുമോറോ, നാളെ അദ്ദേഹം വരുമായിരിക്കും. ഷി മേ സിങ് സാങ് ഇൻ അവർ പ്രോഗ്രാം, അവൾ പാട്ട് പാടുമായിരിക്കും, പാടാൻ സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ മേ ഓർ മൈറ്റ് ഉപയോഗിച്ചത്. Take an umbrella or keep an umbrella with you. It may rain today. ഇന്ന് മഴ പെയ്തേക്കാം. അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് മേ എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. ഇന്ന് നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ നെഗറ്റീവ് ഫോമുകൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. എന്തിനായിരിക്കും നമ്മൾ ഈ നെഗറ്റീവ് ഫോം ഉപയോഗിക്കുന്നത്? സാധ്യതയുണ്ട് എന്നായിരുന്നല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. സാധ്യതയില്ല എന്ന് കാണിക്കാൻ എന്തായിരിക്കും അതിൻ്റെ നെഗറ്റീവ് ഫോം ആയിരിക്കും? സോ അതെങ്ങനെയാണ്? മേ പ്ലസ് നോട്ട്. നമ്മളെല്ലാ ഓക്സിലറിയുടെയും കൂടെ ഉപയോഗിച്ച പോലെ തന്നെ ഡു, ഡോണ്ട് ഓർ ഡു നോട്ട്, ഡസ്, ഡസ് നോട്ട്, ഹാസ്, ഹാസ് നോട്ട്, ഹാവ് നോട്ട്, ഡിഡ് നോട്ട്, ആർ നോട്ട്, ഈസ് നോട്ട്, വാസ് നോട്ട്, വേർ നോട്ട്, അങ്ങനെ നമ്മൾ ഉപയോഗിച്ചില്ല. അതിൻ്റെയൊക്കെ ഷോർട്ട് ഫോം ഉപയോഗിച്ചിരുന്നു പലതിനും. അപ്പോൾ അതുപോലെ മേ പ്ലസ് നോട്ട്, മേ നോട്ട്. ഇറ്റ് മേ നോട്ട് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയില്ല, കുറവാണ്, വളരെ സാധ്യത കുറവാണ്. ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയില്ല. ഇറ്റ് മേ നോട്ട് റെയിൻ ടുഡേ. ഹി മേ നോട്ട് കം ടുമോറോ. നാളെ അവൻ വരാൻ സാധ്യതയില്ല. ഹി മേ നോട്ട് കം ടുമോറോ. നാളെ വരാൻ സാധ്യതയില്ല. ഷി മേ നോട്ട് സിങ് സോങ് ഇൻ അവർ പ്രോഗ്രാം. അവൾ നമ്മുടെ പ്രോഗ്രാമിൽ പാട്ടുപാടാൻ സാധ്യതയില്ല. ഷി മേ നോട്ട് സിങ്. പാടുന്നുണ്ടാവില്ല, അവൾ പാടുകയില്ല, സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഷി മേ നോട്ട് സിങ്, ഹി മേ നോട്ട് കം, ഇറ്റ് മേ നോട്ട് റെയിൻ ടുഡേ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സാധ്യതയില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വരുമ്പോഴൊക്കെ മേ ഓർ മൈറ്റ് പ്ലസ് നോട്ട് ഉപയോഗിക്കാം. മേ നോട്ട്, മൈറ്റ് നോട്ട് ഉപയോഗിക്കാം. ഓക്കെ, കുറച്ച് കൂടുതൽ കോണ്ടെക്സ്റ്റലായിട്ടുള്ള എക്സാമ്പിൾസിലേക്ക് പോകാം നമുക്ക്. നമ്മളോട് വന്ന് ചോദിക്കുന്നു, ബാബുവിനെ അന്വേഷിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ ഓഫീസിന് പുറത്ത് നമ്മളുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ. സോ നമ്മോട് ചോദിക്കുന്നു, വേർ ഈസ് ബാബു? ഈസ് ഇൻ ഓഫീസ്? വേർ ഈസ് ബാബു? ഇൻ ഓഫീസ്. അപ്പോൾ നമ്മൾ എന്താ ആൻസർ പറയുന്നു? ഓഫീസിലുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ പറയാം? He may not be in office. ഓഫീസിൽ ഉണ്ടാവുക, അതിനാണ് നമ്മൾ ബി എന്നത് ഉപയോഗിക്കുന്നത്. He may not be in office. He may not be in classroom. He may not be in his house. He may not be in workspace. ഓക്കെ, പുറത്തായിരിക്കും. He may not be in office. അപ്പോൾ അങ്ങനെയാണ് may not. ഓക്കെ. Don't worry, keep your umbrella in your room itself. It may not rain today. It may not rain today. Keep your umbrella in your room or your home itself. വീട്ടിൽ തന്നെ വെച്ചോളൂ, അല്ലെങ്കിൽ റൂമിൽ തന്നെ വെച്ചോളൂ. It may not rain today. ഇന്ന് മഴ പെയ്യാൻ സാധ്യത കുറവാണ്, സാധ്യതയില്ല ഇന്ന് മഴ പെയ്യാൻ. ഓക്കെ. ബാബു വരുമോ നാളെ നമ്മുടെ മീറ്റിങ്ങിന്? നമ്മെ കാണാൻ വേണ്ടി വരുമോ? What about Babu? He may not come tomorrow. He may not come tomorrow. അവൻ വളരെ ബിസിയാണ്. He is busy. So he may not come tomorrow. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. I heard something about him. I heard something about him. Is it true? Is it true? No, it may not be true. It may not be true. I heard something about him. Is it true? ഞാൻ എന്തോ കേട്ടല്ലോ അവനെക്കുറിച്ച്. Is it true? It may not be true. It may not be true. ആയിരിക്കുക. True. It may not be true.
ഓഫീസിലായിരിക്കുക എന്ന് പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ, അതുപോലെ തന്നെ ഇറ്റ് മെ നോട്ട് ബി ട്രൂ. ഇറ്റ് മെ നോട്ട് ബി ട്രൂ, അത് ശരിയായിരിക്കില്ല, സാധ്യത വളരെ കുറവാണ്. ഇറ്റ് മെ നോട്ട് ബി ട്രൂ ഓർ ഇറ്റ് മൈറ്റ് നോട്ട് ബി ട്രൂ, ഇറ്റ് മൈറ്റ് നോട്ട് ബി ട്രൂ. ഓക്കെ. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മേ ഓർ മൈറ്റിൻ്റെ നെഗറ്റീവ് ഫോമുകൾ ഉപയോഗിക്കുന്നത്. കൂടുതൽ പറഞ്ഞു പ്രാക്ടീസ് ചെയ്തുമൊക്കെ ഫ്ലുവൻ്റാക്കാൻ ശ്രമിക്കുക ഇംഗ്ലീഷ്. പലപ്പോഴായി നമ്മൾ പറയുന്നതാണ് ലാംഗ്വേജിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ലിസണിങ്, മറ്റൊന്ന് സ്പീക്കിംഗ്. ദ ഫസ്റ്റ് വൺ ഈസ് ലിസണിങ്. നമ്മൾ എത്രത്തോളം ലിസൺ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ഇംഗ്ലീഷ് നോളജും അതുപോലെ നമുക്ക് ഇംഗ്ലീഷിനോടുള്ള താല്പര്യമൊക്കെ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാനും കഴിയും. സോ പ്രാക്ടീസ്. ലിസണിങ് കഴിഞ്ഞാൽ പിന്നെ സ്പീക്കിംഗ് ആണ്. ആദ്യം നമ്മൾ ലിസൺ ചെയ്താണ് സ്പീക്കിംഗ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. സോ ഫോക്കസ് ഓൺ യുവർ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. Then you will be fluent and more confident. All the very best. Thank you. Bye-bye. Take care.